118 സങ്കീർത്തനത്തിന്റെ അതിന്റെ തുടക്കം തന്നെ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അങ്ങനെ പറഞ്ഞ് ഈ തുടങ്ങി ഒരു 4-5 വാക്യം വരെ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുന്നു ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്നുള്ളത്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ എന്ന്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതെന്ന്. കാരണം വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനം അവർ കടന്നു പോകുന്ന വഴിയിൽ അവരെന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം ഇറങ്ങിയെങ്കിൽ, ദൈവനാമത്തിൽ ദൈവം വിളിച്ച് ഇറക്കി കൊണ്ടുവന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? സ്തുതിക്കണം. ആദ്യം ഇസ്രായേൽ സ്തുതിക്കട്ടെ എന്നാ പറയുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേൽ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ദൈവം കൊടുത്ത പേരാണ് ഇസ്രായേൽ എന്ന്. അടുത്തത് പറയാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞിട്ട് പറയാണ്, എന്ന് അഹരോൻ ഗ്രഹം പറയട്ടെ. അഹരോൻ ഗ്രഹവും അത് പറയണം. അടുത്തത് പറയുന്നത്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവയുടെ ഭക്തന്മാരും പറയണം. അത് ആരാണ്? ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? യഹോവ ഭക്തന്മാർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, യഹോവ എനിക്ക് ഉത്തരമരുളി. വിശാല സ്ഥലത്താക്കി യഹോവ എന്റെ പക്ഷത്തുണ്ട്. അപ്പോൾ ദൈവം ഞെരുക്കത്തിൽ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ, നമ്മൾ പലരും പറയാറുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, കഷ്ടതയാണ്, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ദൈവത്തെ ആരാധിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ജോലിയാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ആവശ്യകതയ്ക്ക് പോകണം, ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തർ ഇത് ചെയ്യുമ്പോൾ, എന്നാൽ ഇവിടെ ഭക്തൻ പറയുകയാണ്, ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്നാ ഉത്തരമരുളി മാത്രമല്ല, എന്ത് ചെയ്തു? ഉത്തരമരുളി എന്നെ വിശാലമായിട്ടുള്ള സ്ഥലത്തേക്ക് ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം, അതായത് എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം എന്ന് നമ്മൾ ഹൃദയത്തിൽ ചിന്തിച്ച് നാം ദൈവസന്നിധിയിലേക്ക് പോകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈവം നമ്മുടെ നിലവിളി കേൾക്കും. നമ്മളെ ആരാണോ ദൈവസന്നിധിയിലേക്ക് വിടാതെ നമ്മെ പിടിച്ചു വച്ചിരിക്കുന്നോ അവരെ ദൈവം തീർച്ചയായിട്ടും അവരുടെ ഹൃദയത്തിനോട് ദൈവം എന്ത് ചെയ്യും? ഇടപെടും. ദൈവം അവരോട് ഇടപെട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കാനായിട്ടുള്ള അവർക്ക് ഹൃദയത്തിന്റെ കാഠിന്യത്തെ മാറ്റി അവരെ അയക്കുക തന്നെ ചെയ്യും. എന്നാൽ അവർക്ക് വേണ്ടി അങ്ങനെ ഒരു കാഠിന്യം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബോസുമാരോ അല്ലെങ്കിൽ നമുക്ക് ജോലി തരുന്നവോ നമ്മളെ നിയന്ത്രിക്കുന്നവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരെയും ദൈവം വിടുവിച്ച് കൊണ്ടുവരാൻ ഇടയായിത്തീരും. കാരണം നീ അവരുടെ പക്ഷത്ത് ചേരത്തില്ല, അവർ നിന്റെ പക്ഷത്ത് ചേരും. കാരണം നീ അവരെ പോലെ അവർ ഒഴുക്കിനൊത്തവണ്ണം തുഴയാനല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഓക്കെ നമുക്ക് ജോലിയുണ്ട് അതുകൊണ്ട് അങ്ങനെ മിണ്ടാതിരിക്കാനല്ല പറഞ്ഞിരിക്കുന്ന. ദൈവത്തോട് എന്ത് ചെയ്യണം? നിലവിളിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ദൈവസന്നിധിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പക്ഷം നമ്മൾ ദിനംപ്രതി നമ്മൾ പറയുന്ന പോലെ തന്നെ പറയാം, എനിക്ക് ജോലിയുണ്ടെന്ന്. ഈ ജോലി കൊടുക്കുന്നതും ആരാ? ദൈവം തന്നെയാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങുക. ദൈവം പ്രവർത്തിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അതിന്റെ മധ്യത്തിൽ നമ്മുടെ മധ്യ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അവിടെ അതിന്റെ 15 പറയുന്നു, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് അങ്ങനെ വിടുവിക്കപ്പെട്ട് വരുമ്പോഴാണ് ജനം എന്ത് ചെയ്യുന്നത്? ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് നാം കടന്നു പോകുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും ഇടയായിത്തീരുന്നത്. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരിക്കുന്നു, യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. മരിക്കാതെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്.
അതുപോലെ 20 പറയുന്നു, യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിലൂടെ കടക്കും. അപ്പൊ ദൈവത്തിന്റെ വഴി വിശാലമായ വഴിയല്ല, ഞെരുക്കത്തിന്റെ വഴി തന്നെയാണ്, ബുദ്ധിമുട്ടിന്റെ വഴി തന്നെയാണ്. പക്ഷെ വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? നമ്മെ കൂടെ ചേർത്ത് കൊണ്ട് നടക്കും. ഒരുപാട് ഈ സങ്കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ തന്നെയാണെങ്കിലും ഞാൻ ഒരു പ്രത്യേകമായിട്ട് 1-2 ചിന്തകൾ ഞാൻ ചിന്തിച്ചു വന്നിട്ടുണ്ട്. അതിന് ആധാരമായിട്ട് നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മനുഷ്യനെ നമ്പുവதை பார்க்கிலும் கர்த்தர் பேரில் பற்றுதலாயிருப்பதே நலம். ആമേൻ. അത് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതിന്റെ അടുത്ത വാക്യം പറയുന്നത് എന്താണ്? പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നത് നല്ലത്. നമ്മളിവിടെ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ വാക്യം ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ആഴത്തിലേക്ക് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിലും ദൈവത്തിൽ ആശ്രയിക്കുന്നതിലും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച്. കാരണം മനുഷ്യരിൽ ആശ്രയിക്കുന്ന അതിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഇന്ന് പകൽക്കാലം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഒന്ന് വായിച്ചാട്ട് പ്രോവസ്, അതായത് സദൃശവാക്യം, നീതിമൊഴിയാണ് 29:25. മനുഷ്യனுக்கு பயப்படும் பயம் கண்ணியை வருவிக்கும். கர்த்தரை நம்புகிறவனோ உயர்ந்த அடைக்கலத்திலே வைக்கப்படுவான். ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യഭയം ഒരു കെണി തന്നെയാണ്. നമ്മള് മനുഷ്യനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു കെണിയായിട്ട് മാറും. അതാണ് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മുമ്പിൽ നമ്മൾ വായിച്ചല്ലോ, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. അപ്പോൾ നമ്മൾ പേടിക്കാതെ ഭയപ്പെടാതെ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരുന്ന് നല്ല മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കാൻ പോകണമെന്നുള്ള അതോടുകൂടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നാം നിലവിളിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? ആ കെണിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വിടുവിക്കപ്പെടും. അല്ലെങ്കിൽ അതൊരു കുരുക്ക് പോലെയാണ്, ഒരു കയറ് പോലെയാണ്. കാരണം അവർ നമ്മളെ എന്തെങ്കിലും ചെയ്ത് കളയുവോ, നമ്മളെ വിടാതെ ഇരിക്കുവോ, നമ്മളെ നാട്ടിൽ പറഞ്ഞു വിടുവോ എന്നൊക്കെ ചിന്തിച്ച് കളയും. അതാണ് ഒരു കെണിയായിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന പോലെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പലർക്കും സാധിച്ചിട്ടും സാധിക്കാതെ ഇരിക്കുന്നത്. നമ്മൾ പലപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചു കഴിഞ്ഞിട്ട് ആ അധ്വാനത്തിന്റെ ഫലം മേടിക്കാൻ പോകുമ്പോഴത്തേന് എന്ത് ചെയ്യും? ആ കുടം നമ്മള്, അതുകൊണ്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കുടം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കൂലിയെക്കാട്ടിലും കൂടുതലാണ് കുടത്തിന്റെ വില എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ജീവിതം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെയാണ് ഭയപ്പെടുന്നുവെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ദൈവം സകലതും ക്രമീകരിക്കാൻ ശക്തനാണ്. ദൈവം സകലതും നമുക്ക് നൽകിത്തരാൻ ശക്തനാണ്. നമ്മൾ മനുഷ്യരെയാണ് ഭയപ്പെടുന്നുവെങ്കിൽ നമുക്കിതൊന്നും സാധ്യമല്ല, നമുക്കിതൊന്നും ലഭിക്കത്തില്ല. എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതല്ലാതെ ഓട്ട സഞ്ചിയിൽ നമ്മൾ കാശിടുന്ന പോലെയാണ്. എല്ലാം ഒഴുകി പോകുന്നതല്ലാതെ നമുക്കൊന്നും കിട്ടത്തില്ല. ദൈവത്തെ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ആയിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന്, അതായത് ദിനംപ്രതി ദൈവത്തോടു കൂടെ ഇരിക്കണമെന്നാണ്, ദിനംപ്രതി ആലയത്തിലേക്ക് കടന്നു ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും ഒരു അല്പസമയം വീട്ടിൽ പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ മനുഷ്യഭയം ഒരു കെണി പോലെ തന്നെ ഇരിക്കുന്നു. അടുത്ത വാക്യം എന്താണ്? അതിന്റെ തൊട്ടടുത്ത് തന്നെ ചേർന്ന് പറയുന്നതാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവനോ എന്നേക്കും രക്ഷ പ്രാപിക്കും. അവന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു 1.5 രക്ഷ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ നീതിമാൻ ഒരിക്കലും കുലുങ്ങി പോകാൻ ദൈവം ഇടയാക്കത്തില്ല. എപ്പോഴും ദൈവം എന്ത് ചെയ്യും? അവനെ ചേർത്ത് പിടിക്കും. അവനാണ് ലബനോനിലെ ദേവദാരു പോലെ തഴച്ചു വളരുന്നത്. മരുഭൂമിയിൽ എപ്പോഴും അവന് മരുപ്പച്ച പോലെ തന്നെ അവൻ പച്ചിച്ച് നിൽക്കും, ശോഭിച്ച് നിൽക്കും. അവനെല്ലാം സാധിച്ചു കൊടുക്കും ദൈവം. അടുത്തതായിട്ട് യിരെമ്യാവ് 17:5 ഒന്ന് വായിച്ചേ. മനുഷ്യന്മേൽ നമ്പിക്കை வைத்து மாம்சமானதை தன் புயபலமாக்கிக் கொண்டு கர்த்தரை விட்டு விலகுகிற இருதயமுள்ள மனுஷன் ശപിക്കപ്പെട്ടവൻ എന്ന് കർത്തർ சொல்லுகிறார். ആമേൻ, ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? യഹോവ ഇങ്ങനെയാണ് പറയുന്നത്. ദൈവം അരുളി ചെയ്യുന്ന കാര്യമാണ്, മനുഷ്യനിൽ ആശ്രയിച്ചു
ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടകന്ന് മനുഷ്യൻ ശപിക്കപ്പെട്ടവനെന്നാണ്. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തെ എന്ത് ചെയ്യണം? മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ടാ പോകുന്നത്, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടല്ല, മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ട് പോകുന്നതിന്റെ അവസ്ഥയാണ്. എന്നിട്ട് പറയാണ് എന്റെ കൈയുടെ പ്രവൃത്തിയാണ്. നമ്മള് ആവർത്തന പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ ഒക്കെ കാണാം അതിൻ്റെ അകത്ത് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്ന എന്റെ കൈയുടെ ബലം കൊണ്ടാണ്, ഇതുകൊണ്ടാണ്, നീ ഒന്നും അല്ല, ഞാനാണ് ഇതിൻ്റെയൊക്കെ, എനിക്ക് ദൈവം എനിക്ക് ആരോഗ്യം തന്നു, എല്ലാം തന്നു, അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ സമ്പത്താന്ന്. ഇത് ഇങ്ങനെയുള്ളവര്, അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്താണ് അവരാരാ? ശപിക്കപ്പെട്ടവരാണ്. ഹൃദയം കൊണ്ട് പലതും ചിന്തിച്ച് നേടി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അടുത്തത് ഒന്ന് വായിച്ചാട്ടെ, 62-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം. ജനമേ, എല്ലാ കാലത്തും അവനെ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമായിരിക്കുന്നു. ഹല്ലേലൂയ. ജനം എന്ത് ചെയ്യണം? എല്ലാ കാലത്തും ആശ്രയിക്കണം, ഉണർന്ന് പ്രാർത്ഥിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം. ദൈവത്തിലാണ് ആശ്രയം വെക്കേണ്ടത്, മനുഷ്യരിലല്ല ആശ്രയം വെക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയം വെക്കേണ്ടത്. ദൈവത്തിൽ ആശ്രയം വെച്ച് പോകുമ്പോൾ ഹൃദയം അവന്റെ സന്നിധിയിൽ പോയിരുന്നുകൊണ്ട് മുഴങ്കാൽ മടക്കി നമ്മൾ എന്ത് ചെയ്യണം? കരഞ്ഞ് കണ്ണീരോടെ ദൈവത്തോട് ചോദിക്കണം. നമ്മൾ ഒരു ഹന്നയെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വാതോരാതെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഹന്ന ദൈവസന്നിധിയിൽ ദിനംപ്രതി പോയിരുന്ന് കരഞ്ഞപ്പോഴത്തേന് അവിടുത്തെ പുരോഹിതന് മനസ്സിലായില്ല എന്താണെന്ന്. എന്നാൽ ഒരു ദിവസം നീ എന്നും കരയുന്നു വന്നിരുന്നു, എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ഹല്ലേലൂയ, അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞത് എന്താണെന്ന് അവിടെ മനസ്സിലാക്കി കൊടുക്കാൻ ഇടയായി തീർന്നു. അതിന്റെ പ്രതിഫലമായിട്ട് അവൾക്കൊരു മകനെ ലഭിക്കുവാൻ ഇടയായി തീർന്നു. അവളുടെ പ്രതിരോഗി ആരാണെന്ന് അവിടെ വെളിപ്പെടാൻ ഇടയായി തീർന്നു. നമുക്ക് ഉള്ളിൽ തന്നെ, നമ്മുടെ മനസ്സിൽ തന്നെ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ തന്നെ നമുക്ക് ആരാണ് പ്രതിയോഗി എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ആരാണ് തടസ്സപ്പെടുത്തുന്നത്, ആരാണ് ദൈവസന്നിധിയിലേക്ക് നമ്മളെ വിടാതെ വെച്ചിരിക്കുന്നത്? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാണോ, നമ്മുടെ ഫോർമാനാണോ, അല്ലെങ്കിൽ നമ്മുടെ ബോസ് ആണോ, ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം സകലത്തെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ നാം പകർന്നു കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം എന്ത് ചെയ്യും? നമ്മെ വിടിവിച്ച് കൊണ്ടുപോകാൻ ഇടയായിത്തീരുന്നു. അടുത്തത്, ഇനി മറ്റൊരു കൂട്ടരുണ്ട്. ഈ ദൈവസന്നിധിയിലേക്ക് പോകാനായിട്ട് ഉള്ള ദിവസം അടുക്കുമ്പോൾ കൂട്ടുകാർ ഭയങ്കരമായിട്ട് അവരെന്ത് ചെയ്യും? എടാ ഇന്ന് പോയില്ല, കുഴപ്പമില്ലടാ, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് അവര് ഇപ്പൊ ചൂടായോണ്ട് മാളായിരിക്കും പെട്ടെന്ന് അവരുടെ മനസ്സിൽ വരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ വല്ല ബീച്ചോ അല്ലെങ്കിൽ വല്ല പാർക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷനാണ് ഞാനീ പറയുന്നത്. എന്നാൽ അവരെ കുറിച്ചുള്ള ഒരു വാക്യം കർത്താവ് പറയുന്നത് എന്താണെന്നൊന്ന് വായിച്ചാട്ട്. മീഖ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം. കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്, നിന്റെ മാറിടത്ത് ശയിക്കുന്നവളോട് പറയാതെ വണ്ണം നിന്റെ വായുടെ കഥകൾ കാത്തുകൊള്ളുക. ആമേൻ, ഹല്ലേലൂയ. ഈ വാക്യം വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ്. പലരുടെയും ജീവിതത്തിൽ ഈ വാക്യം ഹൃദയത്തിൽ കടമെടുക്കുക, എടുത്ത് ഈ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നറിയോ? അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ തുറന്നു തരാൻ ദൈവത്തിന് കഴിയുന്നത്. കാരണം കൂട്ടുകാരനെ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. ഇന്ന് പലരും പറയും കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ചങ്ക് പ്രോയാണെന്ന്. ഇതൊക്കെയാണ് ഈ നാട്ടിലെ പിള്ളേരുടെ ഡയലോഗാണ്. അവനൊരു ചങ്ക് പ്രോയാണ്, അവനൊന്ന് ചങ്കൊന്നും പറിച്ച് നിനക്കൊന്നും തരത്തില്ല. നിന്റെ പ്രയാസത്തിനോ നിന്റെ ബുദ്ധിമുട്ടിനോ നിന്റെ ഭാരത്തിനോ ഒന്നും അവനൊന്നും തരത്തില്ല. അവനോടൊപ്പം പോയി നിനക്ക് അല്പനേരം സന്തോഷിക്കാനേ പറ്റത്തുള്ളൂ. എന്നാൽ അതിലുപരിയായിട്ടുള്ള സന്തോഷം നിനക്ക് കിട്ടും നീ വേദപുസ്തകത്തിന്റെ കീഴിൽ ഇരുന്ന് കഴിഞ്ഞാൽ. ഈ സ്നേഹിതനായിരിക്കും അവന് വേണ്ടി എന്ത് ചെയ്യരുത്? നിങ്ങൾ ആ സ്നേഹിതന് വേണ്ടി നിങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെട്ട് നിങ്ങൾ അവന് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കാൻ പോലും പോരുന്നു. മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? കൂട്ടുകാരനാ, സ്നേഹിതനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്തടത്ത് നിന്ന് ജാമ്യം എടുത്ത പോലെ ലോൺ എടുത്ത് കൊടുക്കും, ബൈക്ക് പോയിട്ട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കും,
ഇവൻ കൊണ്ടേ വല്ലയിടത്തും നെഞ്ചത്ത് കയറ്റും. റെക്കോർഡ് ആരുടെ പേരിലാണ് ഇരിക്കുന്നത്? ഈ എടുക്കുന്നവന്റെ പേരില. ഓർത്തോണം, അവസാനം ഇവൻ ആരായി പോയി മാറും? ഇവനൊരു കെണിയായിട്ട് അത് മാറും. അതുകൊണ്ടാണ് പറഞ്ഞത് സ്നേഹിതനിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കരുത്. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് പറയാൻ കൂട്ടുകാരിൽ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്. ഈ സ്നേഹിതൻ ഏറ്റവും വലിയ സ്നേഹിതനാ. ഒന്നും പറയണ്ട. നമ്മള് വീട്ടിൽ പോലും പറയാത്ത പല കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ പോലും വീട്ടിൽ പോയി വന്ന് പറയത്തില്ല, എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ഒന്ന് ആലോചിച്ച് ഒരു കല്യാണം ആലോചിച്ചതാന്ന് പറയത്തില്ല. പേടിയാ. ആ പേടി അവിടെ കൊണ്ടേ തീരത്തുള്ളൂ. എൻ്റെ മകന്റെ ആഗ്രഹം, എൻ്റെ മകളുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് അപ്പനും അമ്മയും അത് തീർത്ത് വെച്ച് കൊടുക്കും, അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ. എന്നാൽ ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഈ കൂട്ടുകാരനോട് ചെന്ന് പറയും, അവനെ അവനെ പാര വെച്ച് കൊടുക്കും അവനിട്ട്. അതാണ് സ്നേഹിതൻ. ഭയങ്കര സ്നേഹിതന്മാരാ ഇന്ന് പലരുടെയും ആക്കാണ്. സ്നേഹിതരും അപ്പനും അമ്മയെക്കാട്ടിലും ഏറ്റവും വലിയത് ഈ സ്നേഹിതരാണ്, ഈ കൂട്ടുകാരാണ്. സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും വിശ്വസിക്കാത്ത കാലഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പോയാലും അവരേ ഉള്ളൂ നമുക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. അതല്ലാതെ ഈ കൂട്ടുകാരൻ സ്നേഹിതനൊന്നും കാണത്തില്ല. ഇനി അടുത്ത മൂന്നാമതൊരാളെ കുറിച്ച് പറയുന്നുണ്ട്. അത് വളരെ ഡേഞ്ചർ പിടിച്ച ഒരു സംഭവമാണ്. ഒന്ന് വായിച്ചേ പാസ്റ്റർ. മൂന്നാമത്തെ അതേ സ്നേഹിതനിൽ ആശ്രയിക്കരുത്, നിന്റെ മാറുടത്ത് ശയിക്കുന്നവളോട് പറയാതെ വണ്ണം നിന്റെ വായുടെ കതക് കാത്തുകൊള്ളുക. വായെന്ന് പറഞ്ഞാണല്ലോ ഒരു തുറന്ന ശവക്കുഴി പോലത്തെ ഒരു കഥകാണത്. അതിനെ എന്ത് ചെയ്യണം? അടച്ചുകൊള്ളണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാറുടത്തിൽ ചാരി വന്നിരുന്നുണ്ട്. ഒരിക്കൽ ശിംശോന്റെ മാറുടത്തിൽ ഒരുത്തി പോയി ചാരി ഇരുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചതാണ്, എന്റെ ബലവും ശക്തി എവിടെന്നാ വരുന്നത്? പലപ്പോഴും പുള്ളി അത് തെറ്റായ ആലോചന പോലെ പറയുകയും അപ്പം ഇവിടെ അത് വെച്ചിട്ട് പ്രയോഗിക്കുകയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്ത് ഒന്നും സംഭവിച്ചില്ല. അവസാനം യാഥാർത്ഥ്യം പറയാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ട് മാറുവിടത്തിൽ പോയി ചാരി ഇരുന്നുകൊണ്ട് യേശുവിന്റെ മാറുവിടത്തിൽ പോയി ചാരി ഇരുന്ന ഒരു വ്യക്തിയുണ്ട്, യോഹന്നാന് ചില കൃപകൾ ലഭിച്ചു, വെളിപാട് പുസ്തകമൊക്കെ എഴുതാൻ ഇടയായി തീർന്നു. എന്നാൽ ഇവിടെ ശിംശോൻ എന്താ പറ്റി? അവസാനം കണ്ണ് കുത്തി പൊട്ടിച്ച് അവനെ മാവാട്ടാൻ വെച്ചു. എന്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട വന്നു. തങ്ങളുടെ വായ് എന്ത് ചെയ്യണം? പലതും പലരോടും പറയാതെ ഇരിക്കുന്നത് നല്ലതാണ്. നമ്മൾക്കൊരു ഇതുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ അതിനെ ദൈവത്തോട് പറഞ്ഞ് നിരപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിനുപരിയായിട്ട് പോയിട്ട് വല്ലവരുടെ അടുത്തോട്ട് പോയി പറഞ്ഞിട്ട് അവസാനം നാണം കെട്ട് ഇറങ്ങി വരേണ്ട ഗതികേട് വരും. അത് വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. അടുത്തതായിട്ട് പ്രോവസ് 16:2 വായിച്ച്. നീതിമൊഴികൾ 16:2. മനുഷ്യരുടെ വഴികളെല്ലാം അവൻ പാർവയ്ക്ക് സുത്തമാനവകൾ, കർത്തരോ ആവികളെ നിർത്തി പാർക്கிறார். മനുഷ്യര് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നോക്കി, ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അവൻ പോകുന്ന വഴി അവന് നല്ലതാ. ഒരു മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അപ്പനോടോ അമ്മയോടോ ഒരു വാക്ക് പറയത്തില്ല, ഞാൻ ഇന്നടത്താ പോകുന്നതെന്ന്. അവൻ ആ വഴി നല്ല വഴിയാ അവന് തോന്നുന്നത്. പക്ഷെ അവൻ പോയി പെട്ട് കഴിയുമ്പോൾ ഈ അപ്പനും അമ്മയും അറിയുന്നുണ്ട്. എന്നാൽ ഇവിടെ നോക്കി ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? മനുഷ്യൻ തന്റെ വഴി ഒക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവ എന്ത് ചെയ്യുന്നു? ഹൃദയങ്ങളെ, ആത്മാക്കളെ എന്ത് ചെയ്യുന്നു? തൂക്കി നോക്കുന്നു. ആത്മാക്കളെ, നിങ്ങൾ ദൈവസേനയിൽ വരുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ, അവന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ എത്രമാത്രമാണെന്ന് എന്ത് ചെയ്യുന്നു? ദൈവം തൂക്കിയാണ് നോക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഉണ്ടറിയാമോ? ഞാൻ നിന്നെ തൂക്കി നോക്കി. അത് തന്നെ, അത് ദർശനം കണ്ടതാണ്. അതിന് താഴെ അതിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്,
എന്താണ്? ഞാൻ നിന്നെ തൂക്കി നോക്കി, തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ട്, അല്ലേ? കുറവുള്ളവനായി കണ്ട്. ഇതുപോലെയാണ് പലരുടെയും ജീവിതം. രാജാവ് സ്വപ്നം കാണുകയാണ്, മേനെ മേനെ തെക്കേൽ ഉർഫസി എന്നുള്ള ആ വാക്യമാണ് കാണുന്നത്. കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം രാജ്യം ഭരിക്കുന്ന ഒരു രാജാവാണ്, അവന് പോലും അത് മനസ്സിലായിട്ടില്ല. വന്നപ്പോൾ ഈ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതാണ് ദാനിയേൽ. ആ ദാനിയേൽ അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. എന്താണ്? നിന്നെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം അതുകൊണ്ട് എന്ത് ചെയ്യും? നിന്നിൽ നിന്ന് ചിതറിച്ച് കളയുവാൻ ഇടയായിത്തീരും എന്ന്. ഇതുപോലെ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുമ്പിലേക്ക് ദൈവദാസന്മാർ അയച്ചു തരുന്ന ദൈവവചനം അത് നമ്മെ എന്ത് ചെയ്യണം? ക്രിയ ചെയ്യണം. നമ്മുടെ ഹൃദയത്തിൽ അതിനെ ക്രിയ ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി സാവകാശം കൊടുക്കണം. അല്ലാതെ നമ്മൾ പല കാര്യങ്ങളും എടുത്ത് ഹൃദയത്തിൽ കയറ്റി വെച്ചിട്ട് നമ്മളിൽ തന്നെ ഒതുക്കി വിയർപ്പും മുട്ടുന്ന പോലെ നല്ല രീതിയിൽ ഹൃദയം അങ്ങോട്ട് ബ്ലാസ്റ്റായി പോകുന്ന പോലെ രീതിയിലാക്കാതെ ദൈവസന്നിധിയിലാണ് കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ കുറവുകൾ, കുറ്റങ്ങളൊക്കെ ദൈവം ക്ഷമിക്കാൻ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. തുടർന്ന് വായിച്ചാട്ടെ, അതേ ഇതിൽ തന്നെ അതേ 16-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. സദൃശവാക്യം 16-ന്റെ 25. മനുഷ്യർക്ക് ചെമ്മയായി തോന്നുന്ന വഴിയുണ്ട്, അതിൻ മുടിവോ മരണ വഴികൾ. മനുഷ്യന് നല്ലതെന്ന് തോന്നിയിട്ട് പോകുന്ന വഴി എന്താണെന്നറിയോ? മരണ വഴിയാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നമ്മൾ റോഡിലൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ്, അല്ലേ? ഇവിടെ ആയാലും നാട്ടിലായാലും വണ്ടി ഓടിക്കുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്, എല്ലാമാണ്. ഒരു റോഡിന്റെ അകത്ത് നോ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോ എൻട്രി തന്നെയാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്? അപകടം മുമ്പിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ വഴി പോകരുത്. അല്ല, ആ നോ എൻട്രി വെച്ചിരിക്കുന്നിടത്ത് ഒരു വണ്ടിയില്ല, ഒന്നുമില്ല, ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത് എന്ന് തോന്നിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപകടത്തിലേക്ക്, മരണവഴി. മനസ്സിലായോ? അതാണ് മരണവഴി. അപ്പൊ പോവാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് പോകാൻ പാടില്ല. ദൈവം എന്താണ് കൽപ്പിച്ചിരിക്കുന്നത് അത് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ, ഈ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കിക്കോണം. ഈ ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ പോലും തെക്കേ രാജ്ഞി പോലും അവന്റെ കാൽ കീഴ് വന്നിരുന്നിട്ടുണ്ട്, അവന്റെ പാദപടങ്ങൾ വന്നിരുന്നിട്ട് ഈ ജ്ഞാനം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ തന്നെ ഉണ്ട്, ഒരു മക്കളോട് പറയുകയാണ്, മക്കളെ, അപ്പന്റെ ഉപദേശം എന്ത് ചെയ്യണം? നിങ്ങൾ ഉപേക്ഷിക്കരുത്. അല്ല, അമ്മയുടെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്, തട്ടിക്കളയരുത്. അത് കഴുത്തിലൊരു കൽപ്പന പോലെ കെട്ടിയിട്ടിരിക്കണം. അത് മാതാപിതാക്കൾ കൊടുക്കുന്ന ഉപദേശത്തെ ഒരിക്കലും തട്ടിക്കളയാൻ പാടില്ല. തട്ടിക്കളയാതെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഒരു നല്ല കാര്യമായാലും ചീത്ത കാര്യമായാലും, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഭാര്യ എന്നോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേന് അവള് എന്നോട് എതിർക്കുന്ന പോലെ ഒരു വാക്ക് എന്തെങ്കിലും പറയും. എന്ന് വെച്ചാൽ ആ പറയുന്നത് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിലാണ് അവൾ പറഞ്ഞത്. പക്ഷെ ഞാൻ അവളോട് ഡബിള് കയർത്തിട്ട് ഞാൻ പറയും അത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയും. പക്ഷേ കുറെ കഴിയുമ്പോൾ ഞാനത് ചിന്തിക്കും, വെളുത്തിന് അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. പിന്നെ ചിന്തിക്കുമ്പോഴായിരിക്കും നമ്മുടെ ആ പെട്ടെന്നുള്ള ഒരു മുൻകോപത്തിലോ ഒക്കെ നമ്മൾ പലതും നമ്മൾ അതിനെ അങ്ങ് പറഞ്ഞങ്ങ് വിടുക. പക്ഷെ നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. കാരണം അധികാരം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുതിര കയറിക്കൊണ്ട് എപ്പോഴും നടക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ടിരിക്കണമെന്ന്. കാരണം എന്തുകൊണ്ടാ? സഭയുടെ തല ആരാ? ക്രിസ്തു. ക്രിസ്തുവിന്റെ സ്ത്രീയുടെ തല ആരാ? പുരുഷൻ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അവർക്കും ദൈവം ചില ജ്ഞാനങ്ങളെ കൊടുത്തിട്ടുണ്ട്. ആ ജ്ഞാനമാണ് അവർ സംസാരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിന്ന് പലരും അത് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാതെ എന്ത് ചെയ്യുന്നു? അവര് പറയുന്നതിന് നമുക്ക് കിട്ടുന്ന ജ്ഞാനം, നമുക്ക് കിട്ടിയ ജ്ഞാനം ഞാൻ തന്നെയാണെന്നുള്ള അഹംഭാവം, ഇതൊക്കെ വെച്ചോണ്ട്
നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നിനൊന്നായിട്ട് നമ്മൾ അവരോട് കയർത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്കൊരു അഭിവൃദ്ധി ഉണ്ടാകാൻ സാധിക്കുന്നില്ല. കാരണം 2 കൈ അടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കത്തുള്ളൂ. 1 കൈ അടിച്ചാൽ ശബ്ദം കേൾക്കത്തില്ല. കാരണം ദൈവം ഒരുവരെക്കാൾ ഇരുവർ നല്ലതെന്ന് എന്തിനാ പറഞ്ഞിരിക്കുന്നത്? ദൈവം മറ്റൊരു ഇതിൽ പറയുന്നു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ, എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും മക്കൾ ഇപ്പൊ ഇന്ന് വന്ന് ഒരെണ്ണത്തിലോട്ടല്ലേ വന്നിരിക്കുന്ന ജനിപ്പിക്കലൊക്കെ ഒരെണ്ണത്തിലോട്ട് വന്നിരിക്കുകയാണ്. കാരണം 2 ജനിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വളർത്താനായിട്ട് മനുഷ്യർക്ക്. പണ്ട് പിന്നെ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നീ വെളിയിലോട്ട് ഇറങ്ങി നോക്ക്, ആകാശത്തേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണിക്കൂടാതെ നിനക്ക് സന്ദേശം തരുമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഒരുപാട് വീടുകളിലൊക്കെ 7-8 മക്കളൊക്കെ ഉണ്ട്. ഇന്ന് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ വലിയ പാടാ വളർത്തിക്കൊണ്ടിരാൻ. അതുകൊണ്ട് പലരും അത് നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അവർ ഒന്നിച്ചിരുന്ന് ഒരു അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ആ ഭവനത്തിൽ ദൈവ മഹത്വത്തെ അറിയാൻ കഴിയും, ദൈവ മഹത്വത്തെ ധ്യാനിക്കാൻ കഴിയും. പെട്ടെന്ന് വേഗം പോട്ടെ, അടുത്തതായിട്ട് റെവലേഷൻ 2-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. அப்பொழுது நானே உள்ளந்திரியங்களையும் இருதயங்களையும் ஆராய்கிறவர் என்று எல்லா சபைகளும் அறிந்து கொள்ளும். அன்றியும் உங்களில் ஒவ்வொருவருக்கும் உங்கள் கிரியைகளின் படியே பலனளிப்பேன். അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, യോഹന്നാൻ അപ്പോസ്തലന്, യേശുവിനോട് കൂടെ നടന്ന യോഹന്നാൻ അപ്പോസ്തലൻ ഒരു കഷ്ടത വന്നു. അവസാനം അപ്പോസ്തലനായ യോഹന്നാനെ പിടിച്ച് അവർ പത്മോസിൽ കൊണ്ടിട്ടു. അവിടെ ആളും പേരും ഒന്നുമില്ല. പക്ഷെ ആരുമില്ലെങ്കിലും എന്ത് ചെയ്ത് കർത്തർ ദിവസത്തിൽ കറക്റ്റായ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയത്ത് യോഹന്നാൻ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച്. അതുകൊണ്ടാണ് റെവലേഷൻ അതിൻ്റെ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വരുമ്പോൾ 20 വരെ പറയുന്നത് വായിക്കേണ്ട സമയമില്ല. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? യേശുവിന്റെ ഒരു സാക്ഷിയായി തീർന്നവനാണ് യോഹന്നാൻ. ആ യോഹന്നാന് സഭകളെ കുറിച്ചുള്ള ദൈവം കൊടുത്തിരിക്കുന്ന വെളിപ്പാട്, സഭകളെ കുറിച്ചുള്ള തൂത് എഴുതാൻ പറയുമ്പോൾ അതിന്റെ 4-ാമത്തെ സഭയായിട്ട് എഴുതുന്നതാണ് ത്വയത്തേര സഭ. ആ സഭയിൽ നോക്കിക്കൊണ്ട് പറയുകയാണ്. അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. தியேத்திரா சபையின் தூதனுக்கு நீ எழுத வேண்டியது என்னவெனில், அக்கினி ஜுவாலை போன்ற கண்களும் பிரகாசமான வெண்கலம் போன்ற பாதங்களும் உள்ள தேவகுமாரன் சொல்லுகிறதாவது, അത് ദൈവം യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് യോഹന്നാൻ കണ്ട ആ കാഴ്ചയെ കുറിച്ച് താഴോട്ട് പറയുകയാണ്. ഒന്ന് വായിച്ച 19, അത് ശ്രദ്ധിച്ച് വായിക്കണം. അത് വളരെ അർത്ഥവത്താണ്. നിന്റെ പ്രവൃത്തി, നിന്റെ സ്നേഹവും വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയെന്നും മതി. അത് കഴിഞ്ഞിട്ട് വായിക്കാം. ഞാൻ പറയാം. ഞാൻ നിന്റെ പ്രവൃത്തിയെ എന്ത് ചെയ്യുന്നു? നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും, മനസ്സിലായോ? പ്രവൃത്തിയും സ്നേഹവും അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അടുത്തത്, നിനക്ക് ഒരു വിശ്വാസം നിനക്കുണ്ടായിരുന്നു, അതും ഞാൻ അറിയുന്നു. നീ ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്, അതും ഞാൻ അറിയുന്നുണ്ട്. നീ അടുത്തത് പറയാണ് സഹിഷ്ണുതയെ, ശുശ്രൂഷ, അടുത്തത് സഹിഷ്ണുത. ഇന്ന് അതുണ്ടോ? നമുക്ക് സഹിഷ്ണുത ഉണ്ടോ? സഹിഷ്ണുത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? പ്രത്യാശ ഉളവാക്കും. ഇന്ന് സഹിഷ്ണുത ഇല്ലാതെ പോകുന്നു. ഈ സഹിഷ്ണുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തമിഴില് പൊർമ. നമ്മൾ എല്ലാത്തിനും തടിയെടുക്കുന്നവനൊക്കെ വേട്ടയ്ക്ക് പോകുന്നതിനുള്ള രീതിയിലാണ് നമ്മുടെ പ്രവൃത്തി. പക്ഷെ അങ്ങനെയല്ല. ഒരു സഹിഷ്ണുതയോടെയാണ് നമ്മ കാര്യത്തെ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. 20-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചാട്ടെ.
താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാം. നോക്കിയോണം. ചില നമ്മുടെ ഈ സഹിഷ്ണുതയും നമ്മുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേനെക്കാട്ടിലും വഷളായി പോകുന്നെന്ന് ദൈവം കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പലതും അനുവദിച്ചു കൊടുക്കുകയാണ്. ഈ ഇസബേൽ എന്ന് പറയുന്നത് രാജാക്കളുടെ പുസ്തകത്തിലുള്ള ഒരു ആളെ കുറിച്ചാണ് ഇവിടെ പറയുന്നിരിക്കുന്ന. പക്ഷേ ഏലിയാവിനെ ഓടിച്ചു കൊണ്ടുപോയവരെ. എന്നാൽ അന്ന് ഏലിയാവ് ഓടി. പക്ഷെ ഇന്ന് പല ഏലിയാവുമാരും ഓടത്തില്ല. എന്ത് ചെയ്യുന്നറിയോ? അവർക്ക് ഇടം കൊടുക്കും. നിങ്ങൾ കയറി എൻ്റെ ഹൃദയത്തിൽ ഇരുന്നോ, ഞാൻ എന്നിട്ട് നിങ്ങളെ കൊണ്ടു നടക്കാമെന്ന്. ഇന്ന് അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ദൈവത്തിന്റെ വചനം അവിടെ കർത്താവ് എന്ന് പറയുന്നു, അങ്ങനെ ഒരു കുറവ് ഞാൻ ഇസബേൽ എന്നുള്ള ഒരു സ്ത്രീയെ അനുവദിച്ചു കൊടുത്തത് ഞാൻ അറിയുന്നു. ഈ വിഗ്രഹാർപ്പിതം തിന്നുന്ന പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് മേടിച്ച് തിന്നുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അത് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഒരാൾ കൊണ്ടുവന്ന് നമുക്ക് പ്രസാദം തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വോത്രം ചെയ്തിട്ട് അതിനെ ശുദ്ധീകരിച്ചിട്ട് നമ്മൾ കഴിച്ചാൽ നമുക്കറിയില്ല അതെവിടുന്നാ വന്നതെന്ന്. ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. ഇന്ന് നമ്മൾ തന്നെ ഹൃദയത്തിൽ പല വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടായിരിക്കുന്നത്. നമുക്ക് വേണ്ടാത്ത പല വിഗ്രഹങ്ങളെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. സകലതും നമ്മളെ വിട്ട് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. നോക്കിയേ, ദൈവം എത്രയോ തവണ ദൈവദാസന്മാരിലൂടെ ദൈവവചനത്തിലൂടെ എത്ര തവണ സംസാരിക്കുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നിട്ടും മാനസാന്തരപ്പെടാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടും അതിനെ ഉപയോഗിക്കാതെ എന്ത് ചെയ്യുന്നു? മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നത് നല്ലതെന്ന് കാണുവാൻ ഇടയായിത്തീരുന്നത്. അതിന്റെ ആ സങ്കീർത്തനത്തിന്റെ തുടക്കം പറയുന്നത് പോലെ തന്നെ, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത്. അവന്റെ അവസാനത്തെ വാക്യത്തിൽ കൊണ്ട് പറഞ്ഞിരിക്കുന്നതും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത്. ഇന്ന് വൽക്കാലം ദൈവത്തിന്റെ മക്കളെ സങ്കീർത്തനത്തിലൂടെ നാം കേട്ടു. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം ഓരോ മാസവും കർത്തൃമേശ എടുക്കുമ്പോൾ അവിടെ പറയുന്നത്, ക്രമം വിട്ട് നടക്കുന്നവരെ ബുദ്ധി ഉപദേശിപ്പീൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന, ഓരോ ആഴ്ചയിലും കേൾക്കുന്ന, ഓരോ ദിവസവും നാം പാദപീഠങ്ങളിൽ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകി തരുന്ന ദൈവവചനം നമ്മൾ മാനസാന്തരത്തിലേക്ക് നടത്തുന്നില്ല എങ്കിൽ സ്തോത്രം, നമ്മൾ മറ്റു മനുഷ്യരെ പോലെയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കും. പക്ഷേ എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം പാടും, ഹല്ലേലൂയ സ്തോത്രം പാട്ടുപാടും, ആരാധിക്കും. പലരും കാണാനായിട്ട് നമ്മുടെ ഹല്ലേലൂയ മീഡിയയിലൂടെയൊക്കെ അതൊക്കെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യും. വ്യൂവേഴ്സ് കിട്ടും. ഹല്ലേലൂയ സ്തോത്രം. സബ്സ്ക്രൈബ് നടക്കും, ബെൽ ബട്ടണിൽ നമുക്ക് ക്ലിക്ക് കിട്ടും. ഇതെല്ലാം കിട്ടിയാലും പക്ഷേ എങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ദൈവം പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയാൻ നമ്മൾ ഇടയായി തീരരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കമുള്ളവരായിരിക്കണം, ദൈവവചനത്തിൽ കീഴ്പ്പെട്ടവരായിരിക്കണം, ദൈവകൃപയിൽ ആശ്രയിച്ച് നടക്കുന്നവരായിരിക്കണം, ഏകഭാര്യമുള്ളവനായിരിക്കണം, ശുശ്രൂഷകൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം എങ്ങനെ പറയുന്നോ അതുപോലെ നാം ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. തിരിഞ്ഞ് നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്റർ ഇതൊക്കെയും കൂടെ ഉണ്ട്, മക്കളും ഭാര്യയും എല്ലാം കൂടെ ഉണ്ട്, എന്നാൽ എനിക്ക് ഇതൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ദൂരത്തിരുന്നാലും ചാരത്തിരുന്നാലും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹല്ലേലൂയ സ്തോത്രം അവന്റെ കൽപ്പന അനുസരിച്ച് ദൈവകൃപയിൽ നടക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നിങ്ങളോട് ഇടപെട്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം.